എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇംഗ്ലണ്ട് ഇന്ത്യ സെമി ഫൈനൽ മാച്ച് അവസാനിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു വെടിക്കെട്ട് മത്സരം തന്നെയായിരുന്നു ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് 254 റണ്ണ് ചേസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് 254 റൺ എന്ന ഒരു വലിയ സ്കോറിൽ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് സഞ്ജു സാംസണ് തന്നെ കൊടുക്കേണ്ടി വരും. കാരണം തുടക്കം മുതലേ നല്ല ഒരു റൺ റേറ്റ് കുറയാതെ പിടിച്ചു നിർത്താൻ സഞ്ജു സാംസണ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ശിവൻ ദുബെ, അതേപോലെ തന്നെ വരുൺ ചക്രവർത്തി, ഹാർദിക് പാണ്ഡ്യ ഇവരൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സഞ്ജു സാംസന്റെയും ഇഷാൻ കിഷന്റെയും ഒരു പാർട്ട്ണർഷിപ്പ്, അതായത് 50 റൺസിന് മുകളിൽ അവർ ആ ഒരു പാർട്ട്ണർഷിപ്പ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുതന്നെയായിരുന്നു ആ ഒരു കളിയുടെ ഹൈലൈറ്റും പ്ലസ് പോയിന്റും. ആ ഒരു വലിയൊരു സ്കോറിലേക്ക് എത്തിക്കാൻ വേണ്ട ഒരു ബേസ് അവരാണ് സൃഷ്ടിച്ചത്. പക്ഷേ തുടക്കത്തിൽ തന്നെ അഭിഷേക് ശർമ്മ വെറുതെ അനാവശ്യമായിട്ടുള്ള ഒരു ഷോട്ട് കൊടുത്ത് ഔട്ടാവുകയാണ് ചെയ്തത്. അഭിഷേക് ശർമ്മയിൽ നിന്ന് നമ്മൾ ഇങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നല്ലൊരു ഇന്നിങ്സ് ആണ് ഇന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെ ഒരു ഇന്നിങ്സ് അഭിഷേക് ശർമ്മയിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അഭിഷേക് ശർമ്മ നന്നായിട്ട് കളിക്കുന്നതെന്ന് സഞ്ജു കളിക്കില്ല, സഞ്ജു കളിക്കുന്നതെന്ന് അഭിഷേക് കളിക്കില്ല. ഇങ്ങനെ ഇവരൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെ പോവുകയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും ഇന്നത്തെ കളിയിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുണ്ടാവുക ജയിച്ചത് കൊണ്ട് മാത്രമല്ല, ഒരു ലൈഫ് ടൈം ചേഞ്ചിങ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവുക സഞ്ജു സാംസണ് തന്നെയായിരിക്കും. എല്ലാവരും 2007 ഫസ്റ്റ് വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് ഓർക്കുന്നുണ്ടാവും. അതിൽ ഇംഗ്ലണ്ടുമായിട്ടുള്ള കളിയിൽ യുവരാജ് സിംഗ് 6 സിക്സ് അടിച്ചിട്ട് വലിയൊരു ബെഞ്ച് മാർക്ക് അവിടെ തീർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓസ്ട്രേലിയയുമായിട്ടുള്ള സെമി ഫൈനലിലും യുവരാജ് സിംഗ് ചെറിയ ബോളുകളിൽ 38 40 ബോളുകളിൽ നിന്ന് 75 80 റണ്ണ് ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് യുവരാജ് സിംഗിന് ഇന്ത്യൻ ക്രിക്കറ്റിലെ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് അപ്രിസിയേഷൻ വന്നിട്ടുണ്ട്. ഒരു ലൈഫ് ചേഞ്ചിങ് മൂവ്മെൻറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു യുവരാജ് സിംഗിന് അത്. കാരണം ഒരുപാട് അപ്രിസിയേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെയായിരിക്കും ഇപ്പോൾ സഞ്ജു സാംസണും ഉണ്ടാവുക. കാരണം കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള കളിയിൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. സഞ്ജു സാംസന്റെ ആ ഒരു ബാറ്റിംഗ് സ്റ്റൈൽ കൊണ്ടും ആ ഒരു പെർഫോമൻസ് കൊണ്ടുമാണ് ആ ഒരു കളി ജയിച്ചത്. 96 എന്ന് പറയുന്നത് ചെറിയ റണ്ണല്ല, അതും ചുരുങ്ങിയ ബോളിൽ. ഇന്നത്തെ കളിയിലും നന്നായിട്ട് ബാറ്റ് ചെയ്തു, 89 റൺസാണ് എടുത്തത്. പക്ഷേ ആദ്യം തന്നെ 14 റൺസ് എടുത്തിരിക്കുമ്പോൾ ഒരു ക്യാച്ച് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ആ ഒരു ക്യാച്ച് മിസ് ചെയ്തത് കൊണ്ട് ഇപ്പോഴും പശ്ചാത്തപിക്കുന്നുണ്ടാവും ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്സ്. കാരണം ആ ഒരു ക്രൂഷ്യൽ ടൈമിൽ സഞ്ജുവിനെ വിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു റണ്ണിൽ ചിലപ്പോൾ ഇന്ത്യക്ക് എടുത്താൻ കഴിയുമായിരുന്നില്ല. ചിലപ്പോൾ കളി തന്നെ മാറിപ്പോയേനെ, കളിയുടെ റിസൾട്ട് വേറെ ആയിരുന്നേനെ ആ സമയത്ത് സഞ്ജു പോയിരുന്നെങ്കിൽ. പക്ഷേ ആ ഒരു സമയത്ത് ആ ഡ്രോപ്പ് വന്നു. അതിനുശേഷം സഞ്ജുവിൻ്റെ ഒരു ഒരു തിരിഞ്ഞു നോക്കിയിട്ടില്ല സഞ്ജു. ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത ഓവറിൽ തന്നെ ആർച്ചറിനെ അടുത്ത ബോളിൽ 6 പറപ്പിച്ചുകൊണ്ടായിരുന്നു സഞ്ജുവിൻ്റെ ഒരു പെർഫോമൻസ്. അതായത് ക്ലാസിക് ഷോട്ടുകൾ കളിച്ചുകൊണ്ടായിരുന്നു സഞ്ജുവിൻ്റെ ഇന്നത്തെ ഒരു പെർഫോമൻസ്. അത് അഭിനന്ദിക്കാതിരിക്കാൻ വഴിയില്ല. ഇന്നത്തെ പ്ലെയർ ഓഫ് ദ മാച്ചും സഞ്ജു ആയിരുന്നു. പക്ഷേ ആ ഒരു പ്ലെയർ ഓഫ് ദ മാച്ച് കിട്ടിയതിന് ശേഷം സഞ്ജു പറയുന്നുണ്ട്, ഇന്നിവിടെ നിൽക്കാൻ കാരണം ബുംറയാണ്. ബുംറയുടെ അതിഗംഭീരമായ ബോൾ കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഈ ഒരു അവാർഡ് അല്ലെങ്കിൽ ഈ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് ഞാൻ ബുംറയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് വളരെ സന്തോഷത്തോടെ സഞ്ജു പറയുന്നുണ്ട്. അതൊരു ശരിയായ കാര്യം തന്നെയാണ്. കാരണം ബുംറ നന്നായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട്. 18ാമത്തെ ഓവറിൽ വെറും 6 റണ്ണ് മാത്രമാണ് ബുംറ കൊടുത്തത്. ആ ഒരു ഓവർ കൊണ്ടാണ് ഇംഗ്ലണ്ട് പ്ലേയേഴ്സൊക്കെ കുറച്ച് സമ്മർദ്ദത്തിലായത്. അവർക്ക് കളിക്കാതിരിക്കാൻ, അതായത് അപ്പോഴേക്കും ആ ഒരു റൺ റേറ്റ് 20ന്റെ മുകളിലൊക്കെ ആയി. അപ്പോഴേക്കും അവർക്ക് നല്ലോണം പ്രഷർ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ അടിച്ച് ജയിച്ചേനെ. കാരണം ആ ഒരു രീതിയിലാണ് അവർ ഇറങ്ങുന്ന എല്ലാവരും 6 അടിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് അവരുടെ ഒരു ബാറ്റിംഗ് സ്റ്റൈല്. എന്തായാലും ഇന്നത്തെ ഈ ഒരു രാത്രി സഞ്ജു സാംസണും അതേപോലെ തന്നെ ഇന്ത്യൻ ടീമിനൊന്നും ഉറങ്ങാൻ സാധിക്കില്ല. ഇതിനു മുമ്പ് 2022 ഒരു സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിൻ്റെ കൂടെ ഇന്ത്യ നാണം കെട്ട് തോറ്റിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതികാരം കൂടിയായിരിക്കും ഇന്ന് നടന്നത്. ഓസ്ട്രേലിയയിൽ വെച്ച് രോഹിത് ശർമ്മ നയിച്ച ആ ഒരു ടീമിന് 10 വിക്കറ്റ് കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു ഇംഗ്ലണ്ട് അന്ന് ഇന്ത്യയെ നാണം കെടുത്തി തോൽപ്പിച്ച് നാട്ടിലോട്ടേക്ക് പറഞ്ഞയച്ചത്. പക്ഷേ ഇന്ന് അതിനുള്ള ഒരു പ്രതികാരം ഇന്ത്യ വീട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തു നിന്നും ഒരു മോശം കളിയൊന്നും ആയിരുന്നില്ല. അവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ജേക്കബ് ബദൽ, ആ പുള്ളിയെ അപ്രിഷിയേറ്റ് ചെയ്യാതിരിക്കാൻ ആവില്ല. കാരണം നല്ലൊരു ബാറ്റിംഗ് സ്റ്റൈലായിരുന്നു. സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, അതും ചുരുങ്ങിയ പന്തുകളിൽ നിന്ന്. എനിക്ക് തോന്നുന്നു 18 20 ബോളുകളിൽ 50 അടിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് കുറച്ചെങ്കിലും ഒന്ന് സ്ലോ ആയി കളിച്ചു തുടങ്ങിയത്. എന്നാൽ കൂടെ ഒരു അറ്റാക്കിംഗ് ബാറ്റിംഗ് തന്നെയായിരുന്നു പുള്ളിയുടേത്. വളരെ സ്റ്റൈലായിട്ടുള്ള 6കളും 4കളും എല്ലാം, അതായത് എല്ലാം അളന്ന് തൂക്കിയിട്ടുള്ള അടിയായിരുന്നു. അത് കണ്ടിരിക്കാൻ തന്നെ ഒരു സുഖമുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ പുള്ളി കളി ജയിപ്പിക്കുമോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ടാവും. എന്നാലും ഇംഗ്ലണ്ടിന് ഈ ഒരു ബാറ്റ്സ്മാൻ വരും കളികളിൽ എന്തായാലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കൊടുക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം ആ രീതിയിലായിരുന്നു ഇന്നത്തെ പെർഫോമൻസ്. പിന്നെ ഈ ഒരു മാച്ചിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് 2 ക്യാച്ച്, കിടിലൻ ക്യാച്ച് അക്ഷർ പട്ടേലിൻ്റെ, അത് പറയാതിരിക്കാനാവില്ല.
അത് അത്യാവശ്യം റിസ്ക് ഉള്ള ഒരു കേസായിരുന്നു. കാരണം ഒരുവിധപ്പെട്ട ആളൊക്കെ ആയിരുന്നെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യും. പക്ഷേ പുള്ളി നല്ലോണം അത് ശ്രദ്ധിച്ച് ആ ഒരു ക്യാച്ച് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഫിൽസാട്ടൊക്കെ കുറച്ച് സമയം കൂടെ അവിടെ നിന്നിരുന്നെങ്കിൽ എല്ലാവരെയും അടിച്ച് ബൗണ്ടറി കടത്തിയിട്ടുണ്ടാവുമായിരുന്നു. കാരണം അത്രയ്ക്കും എന്താ പറയുക, അറ്റാക്കിംഗ് ഒരു സ്വഭാവമുള്ള ഒരു പ്ലെയറാണ് ഫിൽസാട്ടൊക്കെ. എന്തായാലും പുള്ളിയുടെ ആ ക്യാച്ച് അക്സർ പട്ടേൽ വളരെ ഭംഗിയായിട്ട്, ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചു കാണും ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുമെന്ന്. പുള്ളി നന്നായിട്ട് കോൺഫിഡൻസോടുകൂടി ഓടി ആ ഒരു ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അത് അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം അങ്ങനെയുള്ളൊരു ക്യാച്ചായിരുന്നു അത്. എന്തായാലും അടുത്ത ഫൈനലിലേക്ക് ഇന്ത്യ ജയിച്ച് കയറിയിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. ഇന്ത്യൻ ടീമിലുള്ളവർക്കും കളി കാണുന്നവർക്കും ഇന്ത്യക്കാർക്കും ഒക്കെ. എന്തായാലും ഇംഗ്ലണ്ടും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. അവസാനം വരെ പൊരുതി തന്നെയാണ് തോറ്റത്. അതും 7 റണ്ണിനാണ് ഇന്ത്യ വിജയിച്ചത്. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ കൈവിട്ട് പോയേനെ. എന്തായാലും ഇന്ത്യ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ന്യൂസിലൻഡുമായിട്ടുള്ള അടുത്ത കളി സൺഡേ ആണ്. അന്നും ഇന്ത്യ വിജയിച്ച് ആ ഒരു വേൾഡ് കപ്പ് ഇന്ത്യക്ക് നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.